എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്. മച്ചാൻ ഇപ്പം നാട്ടിലല്ല, ന്യൂസിലൻഡിലാണ്. ഞങ്ങൾ നാട്ടിലുള്ള സമയത്ത് ഒരു 15 വർഷം മുന്നേ ഒരു നിസ്സാരമായ കാര്യത്തിന് തെറ്റി. അതിനുശേഷം ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. അവനെ കാണുന്ന സിറ്റുവേഷൻസൊക്കെ മാക്സിമം ഒഴിവാക്കി. ഒരു കോംപ്രമൈസൊന്നും ഞാൻ പോകില്ല. ഈഗോ ആയിരുന്നു മെയിൻ പ്രശ്നം. അവസാനം അവൻ ന്യൂസിലൻഡിലേക്ക് പോകുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് ഞങ്ങൾ തമ്മിൽ വീണ്ടും കമ്പനി ആവണത്. സ്റ്റിൽ ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അവൻ ന്യൂസിലൻഡിലാണെങ്കിലും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോൾ ചെയ്യും, സംസാരിക്കും. അപ്പോൾ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഇപ്പോഴും പറയുന്ന കാര്യം, എന്ത് കാര്യം ഉണ്ടായിട്ടാണ് ആ 10 വർഷം നമ്മൾ തമ്മിൽ സംസാരിക്കാതെ ഇരുന്നതെന്ന്. ഞങ്ങൾ തമ്മിൽ ആ റാപ്പോ ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല, അതിപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ട്. ബട്ട് സ്റ്റിൽ അന്നത്തെ 10 വർഷം, അന്ന് അടിച്ചു പൊളിക്കേണ്ട നാട്ടിലുള്ള 10 വർഷം, അത് ഞങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റില്ല. പക്ഷേ സത്യം പറഞ്ഞാൽ ആ അനുഭവത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. അതിനുശേഷം ഞാൻ എൻ്റെ സുഹൃത്തുക്കളായിട്ട് അനാവശ്യമായ കാര്യങ്ങൾക്ക് തെറ്റിയിരിക്കാറില്ല. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈഗോ ഇസ് സ്ലോ പോയ്സൺ. അത് നിങ്ങൾ ഒറ്റയടിക്ക് കൊല്ലില്ല, ഇഞ്ചിഞ്ചായേ കൊല്ലുള്ളൂ. എൻ്റെ ഈഗോനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ആയിരുന്നു അത്രയും കാലം ഞാൻ അവനോട് സംസാരിക്കാതിരിക്കുന്നുണ്ടായിരുന്നു. സോ നമ്മൾ പറയും ലൈഫ് വളരെ ഷോർട്ടാണ്, നമ്മൾ ആരോടും വെറുപ്പൊന്നും മനസ്സിൽ വെച്ചിരിക്കരുത്, ഓരോ മൊമെൻറ്റും നമ്മൾ ആസ്വദിക്കണം എന്നൊക്കെ. പക്ഷെ അതിൻ്റെ ഡെപ്ത് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ സ്വന്തം അനുഭവം തന്നെ ആയിരുന്നു. പിന്നെ എത്ര ക്ലോസ് ഫ്രണ്ട്സ് ആണെങ്കിലും നമുക്ക് ഭയങ്കര സ്നേഹമുണ്ടെന്ന് പറയുകയാണെങ്കിലും ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് വന്നേക്കാം എന്ന് പറഞ്ഞാൽ അടുപ്പം കുറയുമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ നമുക്ക് എപ്പോഴും മീറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല, എപ്പോഴും കോൾ ചെയ്യാൻ പറ്റണമെന്നില്ല. മനസ്സിലായില്ലേ? സോ ഉള്ള സമയം മാക്സിമം അടിച്ചു പൊളിക്കുക ആൻഡ് മേക്ക് സം ഗ്രേറ്റ് മെമ്മറീസ്. ഇത് സെൻസിബിൾ ആണെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ബൈ ബൈ.